എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ വിളിക്കുക. ഞാൻ ഒരു കാര്യം എല്ലാ ഭക്തജനങ്ങളോടും പറയുവാണ്. നമ്മൾ ഈ ജോലിക്ക് പോകാതെ പൈസ കിട്ടില്ല അല്ലേ? പല ആൾക്കാരും പല രീതിയിൽ പറയാറുണ്ട്. ലോട്ടറി അടിക്കുന്ന നക്ഷത്രക്കാർ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വെറുതെയാണ്. നമ്മൾ ജോലിക്ക് പോകെങ്കിൽ മാത്രമേ നമ്മൾ പൈസ കിട്ടത്തുള്ളൂ. പിന്നെ അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ആശുപത്രി പോകുമ്പോൾ ഡോക്ടർ നമ്മളോട് പറയും നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. അപ്പം രണ്ടും കൂടെ വേണം അല്ലേ? നമ്മൾ ആദ്യമേ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ നമ്മൾ ഡോക്ടറെ കാണുക. അതിനുശേഷം നമ്മൾ എന്താ പറയുക, വഴിപാടുകളും കാര്യങ്ങളൊക്കെ കഴിക്കുക. പിന്നെ നമ്മൾ ഈ ഞാനീ പറയുന്ന വഴിപാടുകളും ഏലസുകൾ, ധനാകർഷണം, ധനയന്ത്രമൊക്കെ കെട്ടിയിട്ട് നമ്മൾ ജോലിക്ക് പോകാതെ നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പൈസ നമ്മളെ തേടി വരത്തില്ല അല്ലേ? നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ കൃത്യമായിട്ട് ജോലിക്ക് പോകുമ്പം ആ ജോലിയിലുള്ള തടസ്സങ്ങളും ആ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുന്നത്. അതായത് നിത്യം ഒരാൾക്ക് ജോലിക്ക് പോകുന്ന ആ വ്യക്തിക്ക് പല രീതിയിലുള്ള ക്ഷീണങ്ങളുണ്ടാകുന്നു, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ എന്താ പറയുക മാറാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ജോലിക്ക് പോകെങ്കിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അസുഖം വന്നാൽ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഡോക്ടറെയാണ്. എന്നിട്ട് നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ ധാര നടത്തുക, മൃത്യുഞ്ജയ അർച്ചന, മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അതേപോലെയുള്ള മൃത്യുഞ്ജയ ഏലസുകളൊക്കെ കിട്ടുമ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴായിരിക്കും നമ്മുടെ കാര്യങ്ങൾ എന്താ പറയുക ശരിയാകത്തുള്ളൂ. അത് ഞാനൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഭക്തജനോട് ഞാനൊന്ന് പറഞ്ഞതാണ്. നമ്മളെല്ലാം അറിഞ്ഞിരിക്കുക. ഇപ്പോൾ യൂട്യൂബ് തുറക്കുവാണെങ്കിൽ ഇപ്പം എന്താണ് ലോട്ടറി അടിക്കുന്ന നക്ഷത്രക്കാർ, ഇന്ന ആൾക്കാർക്ക് ലോട്ടറി അടിക്കും, അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ലോട്ടറി എടുത്ത് വീട്ടിലിരുന്നാൽ പോരെ? ഇപ്പം ഞാനാണെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളാണെങ്കിലും ആര് എന്ത് പറഞ്ഞാലും നമ്മളൊരു 10 തവണ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അല്ലേ? അവരെത്രത്തോളം പറയുന്ന കാര്യങ്ങൾ ശരിയുണ്ടെന്ന് നമ്മൾ സ്വയം തന്നെ ഒന്ന് ചിന്തിക്കണം. അത് നല്ലതായിരിക്കും. അപ്പോൾ കന്നി ഒന്നാം തീയതി, അതായത് ഈ പറയുന്ന നക്ഷത്രങ്ങൾ തിരുവാതിര, ചതയം, ആയില്യം, പൂരം, ചിത്തിര, മൂലം, ഉത്രം നക്ഷത്രക്കാർക്ക് കന്നിമാസം തൊട്ട് സാമ്പത്തിക പുരോഗതികളും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാവരും നടക്കും. അതായത് അപ്പോൾ ചോദിക്കും, ഇത് തന്നെയല്ലേ എല്ലാ മാസങ്ങളും പറയുന്നതും? 2025 ഫലങ്ങളും പല ആൾക്കാരുടെ പല കാര്യങ്ങളും നടന്നാൽ ചില ആൾക്കാരുടെ കാര്യങ്ങൾ നടക്കാനുമുണ്ട്. അപ്പോൾ എത്ര വഴിപാടുകളും കാര്യങ്ങളും ചെയ്താലും, അതായത് നക്ഷത്രങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്, തിരുവാതിര, ചതയം, ആയില്യം, പൂരം, ചിത്തിര, മൂലം, ഉത്രം നക്ഷത്രക്കാർക്ക് കന്നിമാസം തൊട്ട് ഇവരുടെ ഗതികൾ, അതായത് ഇവർ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ സാമ്പത്തിക പുരോഗതികളും ലാഭങ്ങളും ഉണ്ടാകും. അതായത് ഇവരുടെ ജീവിതത്തിൽ അനാവശ്യമായ നഷ്ടങ്ങൾ കന്നിമാസം തൊട്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ലാഭമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ സാമ്പത്തിക തടസ്സത്തിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തികം കൈയിരിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക് എന്താ പറയുക, കന്നിമാസം തൊട്ട് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ടാകും. അതായത് മുടങ്ങിക്കിടക്കുന്ന വീട് പണികളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും. അവർ പല ഭാഗത്തു നിന്നും പല ആൾക്കാരുടെ നിന്നും ക്യാഷൊക്കെ കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തടസ്സവും കൂടാതെ പൈസകളൊക്കെ വന്നു ചേരും. ലോണുകളൊക്കെ ഈ നക്ഷത്രക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ലോണുകളൊക്കെ പാസ്സാകുകയും ചെയ്യും. ഒപ്പം തന്നെ വിവാഹ തടസ്സമായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ വിവാഹ തടസ്സങ്ങൾ മാറും, ജോലിയുടെ തടസ്സങ്ങളൊക്കെ മാറും. അപ്പം ഈ നക്ഷത്രക്കാർ കന്നിമാസം തൊട്ട് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകുവാണ്. തിരുവാതിര, ചതയം, ആയില്യം, പൂരം, ചിത്തിര, മൂലം, ഉത്ര നക്ഷത്രക്കാർക്ക് കന്നിമാസം തൊട്ട് എല്ലാവിധ ധനധാന്യ സമ്പത്തും ഐശ്വര്യം അനുഭവിക്കാനുള്ള യോഗങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് വഴിപാടുകൾ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസുഖം പറയുവാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിട്ടുള്ള മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം. നമ്മൾ കർമ്മം ചെയ്യാതെ ഈശ്വര എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈശ്വരനെ രക്ഷിക്കത്തില്ല അല്ലേ? ചിലവരുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ അവന് അശ്വാരൂഢ മന്ത്രം ഏലസിട്ട് കൊടുത്ത്. അപ്പം എന്നോട് വെച്ച് അശ്വാരൂഢ എന്തിനാണ്? ഞാൻ പറഞ്ഞത് വശ്യമാണ്, സാമ്പത്തികപരമായ ജോലി തടസ്സങ്ങളൊക്കെ മാറാം. പക്ഷേ ആ ഒരു വ്യക്തി ജോലിക്ക് പോകാതെ ഈ പറയുന്ന കാര്യങ്ങൾ അശ്വാരൂഢിട്ട് അവന് ജോലി കിട്ടും. അവൻ അന്വേഷിക്കുവാണെങ്കിൽ എന്താണ്, നമ്മൾ കർമ്മം ചെയ്ത് ആ ഏലസിൻ്റെ ശക്തിയും കൊണ്ടും അവൻ അന്വേഷിക്കേണ്ട ഫലത്തോടെ 2 ഫലവും കൂടെ കയറി നമുക്ക് ജോലിയിൽ
പുതിയതായിട്ടൊരു ജോലി കിട്ടും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കർമ്മം നിത്യം ചെയ്യുക, ഫലം ഈശ്വരൻ തീർച്ചയായിട്ടും തരും. അതിനാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ ജോലി കളഞ്ഞ് വഴിപാടുകൾ ആരും ചെയ്യേണ്ട, നിങ്ങളുടെ സൗകര്യത്വം നിങ്ങളുടെ സമയമനുസരിച്ച് മാത്രം ചെയ്യുക. ഞായറാഴ്ച ചെയ്യുന്നവർ ഞായറാഴ്ച ചെയ്താൽ മതി. രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ സമയമുണ്ടെങ്കിൽ അമ്പലത്തിൽ കയറി ചെയ്യുക. അപ്പോൾ ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടെന്ന് വെച്ചാൽ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഈ നക്ഷത്രക്കാർക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് ഒരു നാരങ്ങമാല ഈ കന്നിമാസം തീരുന്നപ്പുറം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കുക. അതായത് ഒരു ഉദാഹരണത്തിന് 20 വയസ്സാണെങ്കിൽ 20 നാരങ്ങ മേടിച്ച് കോർക്കുക. അപ്പോൾ ഈ നാരങ്ങ നമ്മൾ കോർക്കേണ്ടതെന്ന് വെച്ചാൽ വലിയ എന്താ പറയുക സൂചി എടുത്ത് ഒരു നാരങ്ങ നൂല്, അതായത് വലിയ നൂല് ഉണ്ട നൂല് മേടിക്കാൻ കിട്ടും, അത് 2 മടക്കായിട്ട് ഇട്ട് വേണം നമ്മൾ കോർക്കാൻ. പിന്നെ ചില ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നൂല് കൊണ്ട് കെട്ടിയ നാരങ്ങമാല ഉപയോഗിക്കാറില്ല. ഉദാഹരണം പറയുവാണെങ്കിൽ കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വാഴനാര് കൊണ്ട് കിട്ടിയ നാരങ്ങയാന്ന് തോന്നുന്നു എടുക്കുന്നത്. കാരണം അവിടെ ഒരു ചേട്ടനുണ്ട്, അവിടെ ഓരോ ക്ഷേത്രത്തിൻ്റെ ഓരോ കീഴ്വഴക്കങ്ങളുണ്ടല്ലോ. അപ്പം നമ്മൾ നേരത്തെ ഒന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെന്നൊന്ന് തിരക്കുക. അപ്പോൾ നമുക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ചുള്ള നാരങ്ങമാല എന്താ പറയുക ഈ നക്ഷത്രക്കാർ ഭഗവാൻ കൊണ്ട് കൊടുക്കുക. ഒപ്പം തന്നെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ സർപ്പങ്ങളുണ്ടെങ്കിൽ ആ സർപ്പങ്ങൾക്ക് എണ്ണ മേടിച്ച് കൊടുക്കുക. വേറെ ഒരു വഴിപാടെന്ന് വെച്ചാൽ അതിന് എപ്പോഴും ഒരേ കാര്യം തന്നെ പറയുകയാണ്, നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയാൻ വേണ്ടി നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി 9 വലത്ത് വെച്ച് നവഗ്രഹങ്ങൾക്ക് അർച്ചന ചെയ്യുക. ഒപ്പം തന്നെ നവഗ്രഹ പൂജ നടത്തി വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ നക്ഷത്രക്കാർ, അതായത് ഞാൻ വീണ്ടും ഒന്നുകൂടെ വായിക്കുവാണ്, തിരുവാതിര, ചതയം, ആയില്യം, പൂരം, ചിത്തിര, മൂലം, ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ സാമ്പത്തിക ലാഭം വന്നിട്ടില്ലെങ്കിൽ ആ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. ആ ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം ഇത്രയും കാലമായിട്ട് നിങ്ങൾ സാമ്പത്തിക പുരോഗതികൾ നേടിയില്ലേ, കടബാധിതയായിട്ട് ഇരിക്കുവാണ്, ആ ഗ്രഹനില നോക്കി പരിഹാര കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.